ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് ടൈറ്റിലാണ്. അപ്പോൾ ജൂറിസ്പ്രുഡൻസിൽ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ടൈറ്റിൽ? അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജൂറിസ്പ്രുഡൻസിൽ മീൻ ചെയ്യുന്നത്, ആക്ച്വലി ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്കൊരു ലീഗൽ ബേസിസ് അല്ലെങ്കിൽ ഒരു പേഴ്സണ് ഒരു റൈറ്റ് ഉണ്ട്, അതായത് ഒരു ഓണർഷിപ്പ് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണ് ഒരു പ്രോപ്പർട്ടിയുടെ പുറത്ത് പൊസിഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ലീഗൽ ബേസിസ്, അതിനെയാണല്ലോ നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ടൈറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ലീഗൽ റൈറ്റ് ഉണ്ട്, ഒരു കാര്യം ഓൺ ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ലീഗൽ റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കവിടെ ടൈറ്റിൽ ഉണ്ടെന്നാണ്. അതായത് അതിലൂടെ സിഗ്നിഫൈ ചെയ്ത് തരുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നത് ഒരു ലോഫുൾ ഓണർഷിപ്പ് നമുക്കൊരു പ്രോപ്പർട്ടിയുടെ പുറത്തുണ്ട്. അത് ഏത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, മൂവബിൾ ആണെങ്കിലും ഇമ്മൂവബിൾ ആണെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ പുറത്ത് ഒരു ലോഫുൾ ഓണർഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് സിഗ്നിഫൈ ചെയ്ത് തരുന്ന ടേം ആണ് എന്ത്? ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ പലതരത്തിൽ ഈ ഒരു നമുക്ക് ടൈറ്റിൽ കിട്ടാം, അല്ലെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി വരാം. അത് മേ ബി ഇൻഹെറിറ്റൻസ് ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പേർച്ചേസ് ചെയ്ത വഴിയായിട്ടായിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ അഡ്വേഴ്സ് പൊസിഷൻ ആകാം. ഏത് രീതിയിലൂടെയാണ് എങ്കിലും നമ്മൾ ഈ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലും പൊസിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി രണ്ടുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന ടേം. ഇതിൽ നമ്മൾ ഓണർഷിപ്പ് എടുത്തതാണ് ടോപ്പിക്ക്, അതോടൊപ്പം തന്നെ പൊസിഷൻ. അപ്പോൾ പൊസിഷനിൽ പറയുന്ന പൊസിഷനും ഓണർഷിപ്പ്, പൊസിഷൻ എന്താ? ജസ്റ്റ് നമുക്കത് എൻജോയ് ചെയ്യാനായിട്ടുള്ള മാത്രം കൈവശം വെക്കുന്നത്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് പുറത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എടുത്തതാണ് ആ ടോപ്പിക്ക്. സോ ഇത് രണ്ടുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ഒരു പേഴ്സണും ആ പേഴ്സൺ ഓൺ ചെയ്യുന്ന ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ടൈറ്റിലൂടെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ പല ലീഗൽ സിസ്റ്റത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മെനി ലീഗൽ സിസ്റ്റത്തിലും ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ്, അതായത് തേർഡ് പാർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു റൈറ്റ് അസേർട്ട് ചെയ്യുമ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് അവിടെ നെസസറി ആയിട്ട് വരും. അപ്പോൾ ലീഗൽ ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലോ വഴിയായി എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലിനെയാണ് നമ്മൾ ലീഗൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ടൈറ്റിലിൻ്റെ ഡെഫിനേഷനും മറ്റ് കോൺസെപ്റ്റുകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് ഇംപ്ലിക്കേഷൻസ്, ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന ടേം ഇസ് ആൻ ഇംഗ്ലീഷ് വേർഡ് വിച്ച് ഇസ് ഡിറൈവ് ഫ്രം ദ വേർഡ് ടിറ്റ്ലസ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ടിറ്റ്ലസ് എന്ന് പറയുന്ന റോമൻ വേർഡിൽ നിന്നുമാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, റോമൻ വേർഡ്. ആൻഡ് ടിട്രേ ഓഫ് ഫ്രഞ്ച് ലോ. യെസ്, ഫ്രഞ്ച് ലോയിൽ ടിറ്റെ എന്ന് പറയുന്ന വേർഡിൽ നിന്നും ടിറ്റ്ലസ് എന്ന് പറയുന്ന റോമൻ ലോയിലെ വേർഡിൽ നിന്നുമാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ എവറി റൈറ്റ് അറൈസസ് ഫ്രം എ ടൈറ്റിൽ. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏതിലൂടെ ആയിരിക്കും? ഒരു ടൈറ്റിലൂടെ ആയിരിക്കും അത് ഡിറൈവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ലോഫുൾ ഓണർഷിപ്പ് ഒരു പ്രോപ്പർട്ടിയുടെ പുറത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ആ റൈറ്റ് അറൈസ് ചെയ്യുന്ന ഒരു ടൈറ്റിലിൽ നിന്നായിരിക്കും. എനിക്കുള്ള എൻ്റെ കയ്യിലാണ്, എൻ്റെ പേരിലാണ് അതിൻ്റെ ആധാരം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് എപ്പോഴും ആ ഒരു റൈറ്റ് അറൈസ് ചെയ്യുന്നത്. സോ ഈ റൈറ്റ് എന്ന് പറയുന്ന ടേമിന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള മീനിങ് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രിവിലേജസ് വരും, പവേഴ്സ് വരും, ഇമ്മ്യൂണിറ്റീസ്, ഇതൊക്കെ ആ റൈറ്റുമായി ബന്ധപ്പെട്ട ടേമുമായിട്ട് കണക്ട് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന മീനിങ് ആണ്. അപ്പോൾ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സോഴ്സ് ഫ്രം വിച്ച് എ റൈറ്റ് ഒറിജിനേറ്റ്. ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് എവിടെ നിന്നാണോ നമുക്കൊരു റൈറ്റ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്, ആ ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സോഴ്സ്, അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഈ വീട് എൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ടൈറ്റിൽ എൻ്റെ പേരിലാണ്. അപ്പോൾ ടൈറ്റിലൂടെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെയുള്ള ഓണർഷിപ്പും മറ്റ് പൊസഷനും ഒക്കെ ഉള്ള റൈറ്റുകൾ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ വീട് പൊസഷൻ കൈവശം വെക്കാനായിട്ടുള്ളതും അതുപോലെ തന്നെ ഇത് എൻജോയ് ചെയ്യാനായിട്ടും ഇതിൻ്റെ പുറത്തുള്ള ഓണർഷിപ്പും ഒക്കെ എനിക്ക് കിട്ടിയത് ഏതിൽ നിന്നാണ്? ഈ ടൈറ്റിൽ നിന്നാണ്. സോ ടൈറ്റിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സോഴ്സ് ഫ്രം വിച്ച് എ റൈറ്റ് ഒറിജിനേറ്റ്. എവിടെ നിന്നാണോ നമുക്കൊരു റൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ സോഴ്സിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ടൈറ്റിൽ എന്നതുകൊണ്ട്. സോ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫാക്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകാം ബൈ റീസൺ ഓഫ് വിച്ച് റൈറ്റ് ഹാസ് ബിക്കം ദി സബ്ജക്ട് മാറ്റർ ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ ഏതൊരു റൈറ്റ് ആണ് നമ്മുടെ ആ ഒരു ഓണർഷിപ്പ് സബ്ജക്ട് മാറ്റർ ആയി മാറിയത് എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു കൂട്ടം ഫാക്റ്റുകൾ, അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിന് ആധാരം അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്നത് എൻ്റെ പേരിലാണ് എന്നുള്ളത്, രജിസ്ട്രേഷൻ നടത്തി എൻ്റെ പേരിലാണ് എന്ന് കാണിക്കുന്ന ആ ടൈറ്റിൽ, അതായിരിക്കും എന്ത് ചെയ്യുന്നത്? എനിക്ക് ആ സബ്ജക്ട് മാറ്റർ ഓഫ് ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ലിങ്ക് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റും ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ലിങ്ക് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് എങ്ങനെയാണോ അതിൻ്റെ അകത്ത് പൊസിഷൻ കിട്ടിയത് അല്ലെങ്കിൽ ഓണർഷിപ്പ് കിട്ടിയത്. അപ്പോൾ ഇതൊരു ലിങ്ക് ഏതിലൂടെയാണ് വരുന്നത്? ഈ ഒരു ടൈറ്റിലൂടെയാണ് വരുന്നത്. സോ ലീഗൽ റൈറ്റ്സ് ഡു നോട്ട് കം ഔട്ട് ഓഫ് നത്തിങ് ഓർ വാക്വം.
ഇപ്പൊ ലീഗൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ, അതല്ലെങ്കിൽ നമുക്കൊരു ലീഗൽ റൈറ്റ് വരില്ല. അപ്പോൾ ഒരു ലീഗൽ റൈറ്റ് വരണമെങ്കിൽ അല്ലെങ്കിൽ ലോ വഴിയായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിതൗട്ട് നത്തിങ്, ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു വാക്യൂം, ഒരു വായുവിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരു രീതി അല്ലല്ലോ. അപ്പൊ ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ സോഴ്സിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓണർഷിപ്പും പൊസഷനും ഒക്കെ ഉള്ള ഒരു റൈറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ആ കിട്ടുന്ന സോഴ്സിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ദേ കം ഫ്രം സം ബേസിസ് ലൈക്ക് എ ഡോക്യുമെന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വീടിന്റെ ആധാരം അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു ഡോക്യുമെന്റ് അതിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ത്രൂ ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സർട്ടൻ കാര്യങ്ങൾ ആ ഫാക്ടിലൂടെ ആകാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഇവന്റുകൾ, ആക്ടുകൾ, ഇതിലൂടെയൊക്കെ ആകാം. ഇതിനെയൊക്കെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദ സോഴ്സ് ഫ്രം വിച്ച് എവിടെ നിന്നാണ് ഒരു റൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഏത് റൈറ്റ് ആകാം, ലീഗൽ ആയിട്ടുള്ള റൈറ്റ് ആകാം, അതുപോലെ തന്നെ നമുക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള റൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈറ്റിൽ ആകാം, ഇംപെർഫെക്റ്റ് ടൈറ്റിൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണോ നമുക്ക് ഒരു വ്യക്തിക്ക് ആ റൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെയാണ് പറയുന്നത്. അതിനുണ്ടായ ആ ഒരു സെറ്റ് ഓഫ് ഫാക്ടുകൾ അല്ലെങ്കിൽ ആ ഒരു റീസൺ, ആ ഓണർഷിപ്പ്, സബ്ജക്ട് മാറ്ററിന് പുറത്ത് ഓണർഷിപ്പ് ഉണ്ടെന്ന് കാണിക്കുന്ന ആ ഒരു ഫാക്ട്, അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടൈറ്റിൽ ആർ ദ റൂട്ട്സ്, ഒറിജിൻ, ഫൗണ്ടേഷൻ ഫ്രം വിച്ച് എ റൈറ്റ്സ് ആർ ബോൺ. അപ്പൊ റൈറ്റ്സ് ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണോ ബോൺ ചെയ്യുന്നത്, പൊസഷന്റെ ആകാം, ഓണർഷിപ്പ് ആകാം, ഇത്തരത്തിലുള്ള റൈറ്റ് ഒരു വ്യക്തിക്ക് എവിടെ നിന്ന് ബോൺ ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്നോ അതിന്റെ ആ ഒരു റൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം, ഒറിജിൻ, ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് എവിടെ നിന്നാണ്, ടൈറ്റിലാണ്. ആ ഡോക്യുമെന്റോ ആ ലോയോ ഡിവൈസസോ ഫാക്ടോ ഇവന്റ്സോ ഒക്കെ ആകാം അതിന്റെ ആ ഒരു റൂട്ടായിട്ട് പറയുന്നത്. സോ അപ്പൊ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടൈറ്റിൽ എന്ന് പറയുന്നത് ഈസ് ദ ലീഗൽ റൈറ്റ് ടു ഓൺ, യൂസ് ഓർ ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആക്ച്വലി അതാണ് ഒരു ലീഗൽ ബേസിസ്, അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. ഒരു പേഴ്സണ് റൈറ്റ് ടു ഓണർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റ് ടു പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്ന ആ ടൈറ്റിലാണ്. അതൊരു ഡോക്യുമെന്റ് ആവാം, ലോ ആകാം, ഡിവൈസ് ആകാം, ഫാക്ട്സ് ആവാം, ഇവന്റ് ആകാം, ഒരു സർട്ടൻ ആക്ടുകളാകാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഈസ് റൈറ്റ് ഈസ് ഈക്വൽ ടു ടൈറ്റിൽ എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളത് ആൻസർ ചെയ്യേണ്ടതാണ്. റൈറ്റ് ടൈറ്റിൽ ആണോ? അപ്പൊ അതായത് ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് ടൈറ്റിൽ ഉണ്ടെന്നാണോ എന്നാണ്. അപ്പൊ അതിന് നമ്മൾ സാൽമണ്ടും ഓസ്റ്റിനും പറയുന്നത് നോ എന്നാണ്. കാരണം ടൈറ്റിൽ ഇസ് മിയർലി ആൻ എലമെന്റ് ഓഫ് റൈറ്റ്. ഇപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താ, ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു എലമെന്റ് മാത്രമാണ് ടൈറ്റിൽ. അതല്ലാണ്ട് റൈറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ടൈറ്റിൽ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എ ടൈറ്റിൽ ഈസ് മിയർലി ആൻ എലമെന്റ് ഓഫ് റൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ടൈറ്റിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്താ, ഒരു റൈറ്റിന്റെ മിയർ എലമെന്റ് ആണ്. അതല്ലാതെ റൈറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ടൈറ്റിൽ. റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ടൈറ്റിലിന് ഈക്വൽ അല്ല. ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജസ്റ്റ് ഒരു എലമെന്റ് മാത്രമാണ്. അതായത് ഒരാൾക്ക് ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എലമെന്റ് മാത്രമാണ് എന്ത്, ടൈറ്റിൽ എന്ന് പറയുന്നത്. ഒരു മിയർലി ഒരു എലമെന്റ് മാത്രമാണ്. അതല്ലാതെ റൈറ്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഈക്വൽ ടു ടൈറ്റിൽ എന്നാണ് സാൽമണ്ട് ഓസ്റ്റിൻ പറയുന്നത്. അതായത് സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ലീഗൽ റൈറ്റ് ആണെങ്കിലും അതിൽ കുറേ എലമെന്റുകൾ കാണും. ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ കുറേ എലമെന്റുകൾ കാണും. ഇപ്പൊ സപ്പോസ് ആ റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയുടെ ആ ഒരു പേഴ്സന്റെ ഇൻഹറൻസ്, അതായത് ആ ഒരു ഹോൾഡർ കാണും അവിടെ. പിന്നെ ആ പേഴ്സന്റെ ഇൻസിഡൻസ്, അതായത് ആർക്ക് എഗനിസ്റ്റ് ആണോ ആ ഒരു റൈറ്റ്. നമ്മൾ റൈറ്റിന്റെ എലമെന്റ്സ് പഠിച്ചില്ലേ, അത് തന്നെ. റൈറ്റിന്റെ സബ്ജക്ട് മാറ്റേഴ്സ് എന്തൊക്കെയാണ്, അതായത് ഏത് പേഴ്സൺ ആണോ ആ ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ ഉണ്ടാകും. പിന്നെ റൈറ്റിന്റെ എലമെന്റ്, ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതാണ് ആ റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി. ഇനി ആർക്ക് എഗനിസ്റ്റാണ് എനിക്ക് ആ റൈറ്റ് ഉള്ളത്, എഗനിസ്റ്റ് ഹുമാണ് ഞാൻ ആ റൈറ്റ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. കേട്ടുപോയാൽ മതി അതൊക്കെ. പേഴ്സൺ ഓഫ് ഇൻസിഡൻസ്, മറ്റേത് പേഴ്സൺ ഓഫ് ഇൻഹറൻസ്. റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് പേഴ്സൺ ഓഫ് ഹോൾഡർ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇൻഹറൻസ് എന്ന് പറയുന്നത്. പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എഗനിസ്റ്റ് ഹും, ആർക്ക് എഗനിസ്റ്റ് ആണോ നമുക്ക് ആ റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അയാളെയാണ് നമുക്ക് പേഴ്സൺ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി എന്ത് കാര്യത്തിന്റെ പുറത്ത് ആ റൈറ്റ് ഉള്ളത്, എന്തെങ്കിലും കാര്യം ചെയ്യാനാണോ ചെയ്യാതിരിക്കാനാണോ. അപ്പൊ ദ ആക്ട് ഓഫ് ഫോർബിയറൻസ്, അതും ലീഗൽ റൈറ്റിന്റെ എലമെന്റ് ആണ്. പിന്നെ എന്തായിരുന്നു സാൽമണ്ട് പറഞ്ഞ ലീഗൽ റൈറ്റിന്റെ എലമെന്റ് 5 ഉണ്ട്. നാലാമത്തെ എന്താണ്, ഒബ്ജക്ട് ഓഫ് ദി റൈറ്റ്, ആ റൈറ്റിന്റെ ഒബ്ജക്ട് എന്താണെന്നുള്ളത്. പിന്നെ അതിന്റെ ടൈറ്റിൽ. യെസ്, ഇങ്ങനെ 5 എലമെന്റ് ആണ് നമ്മൾ റൈറ്റിൽ പഠിച്ചത്. റൈറ്റിന്റെ വീഡിയോ ഒന്നുകൂടി എടുത്ത് ജസ്റ്റ് കണ്ടു നോക്കാൻ, നിങ്ങൾക്ക് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ലീഗൽ റൈറ്റിന് സാൽമണ്ട് ഈ ഒരു 5 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ഈസ് മിയർലി വൺ എലമെന്റ് ഓഫ് എ റൈറ്റ്. ആ റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എലമെന്റ് മാത്രമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിഫാക്ടോ ആന്റിസിഡന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒരു സോഴ്സ് ആണ്, അതായത് ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു റൈറ്റ് അവിടെ ബേർത്ത് ചെയ്യുന്നതിന്റെ, റൈറ്റ് ജനിക്കുമ്പോൾ ഒരാൾക്ക് ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റൈറ്റ്
റൈറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫാക്റ്റോ ആന്റിസിഡന്റ് മാത്രമാണ് എന്ത് ടൈറ്റിൽ എന്ന് പറയുന്നത്. കുറേ എലമെന്റ്സുകൾ ഒരു ലീഗൽ റൈറ്റിന് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്ന് മാത്രമാണ് ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് ടൈറ്റിൽ വാലിഡിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ലീഗൽ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് എന്ത് ഒരു റൈറ്റിന്. അതായത് ഒരു റൈറ്റ് ഉണ്ട് ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു ലീഗൽ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ വാലിഡിറ്റി കൊടുക്കുന്നത് ഈ ടൈറ്റിൽ വഴിയാണ്. അതൊരു സോഴ്സ് ആണ് ആ ടൈറ്റിൽ ഉണ്ടെന്ന് പറയുന്നതിന്റെ. അന്നാ ടൈറ്റിൽ മാത്രമല്ല എന്ത് റൈറ്റ് ആവുന്നത്. ടൈറ്റിൽ മാത്രം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് റൈറ്റ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, അതൊരു പാർട്ടാണ്, ആ ഒരു സ്ട്രക്ചർ ഓഫ് റൈറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ സപ്പോസ് വിചാരിക്കാം, ഇപ്പൊ ഒരാൾ ഒരു ലാൻഡ് ബൈ ചെയ്തു, വാങ്ങി എന്ന് വിചാരിക്കാം. ഞാൻ ഒരു ലാൻഡ്, ഒരു 10 സെന്റ് ലാൻഡ് വാങ്ങി. ഓക്കെ, അപ്പൊ ആ സെയിൽ ഡീഡ് എന്ന് പറയുന്നത്, വാങ്ങിയ ആ ഒരു സെയിൽ ഡീഡില്ലേ, കരാറ്, അപ്പൊ ആ സെയിൽ ഡീഡ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്. എനിക്ക് ആ ലീഗൽ എവിഡൻസ് ടൈറ്റിൽ ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെ ലീഗൽ എവിഡൻസ് ആണ് ആ സെയിൽ ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നതിന്റെയോ ഓണർഷിപ്പ് എന്ന് പറയുന്നതാണ്, എന്റെ ഓണർഷിപ്പാണ് എന്റെ റൈറ്റ്. പിന്നെ ടൈറ്റിൽ മാത്രം ഉള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം എനിക്ക് ഓണർഷിപ്പ്, ഫുൾ ഓണർഷിപ്പ് കിട്ടിയെന്നാണോ? ഇല്ല. ആ സെയിൽ ഡീഡ് എന്റെ പേരിലാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫുൾ ഓണർഷിപ്പ് കിട്ടുമോ? ഇല്ല. പക്ഷെ അത് എസെൻഷ്യൽ ആണ്. എന്തിനു വേണ്ടിയിട്ട്? എന്റെ ഓണർഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആണ് ആ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ രണ്ടും വേണം. അപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് എലോൺ ടൈറ്റിൽ മാത്രം കൊണ്ട് ഒരു റൈറ്റ് വരില്ല, അതൊരു പാർട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് റൈറ്റിന്റെ. അതുകൊണ്ട് ടൈറ്റിലാണ് ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ലീഗൽ ജസ്റ്റിഫിക്കേഷൻ റൈറ്റിന് കൊടുക്കുന്നത്. അത് വൺ ഓഫ് ദി എലമെന്റ് ഓഫ് എ റൈറ്റ് ആണ്. ഇനി ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഓസ്റ്റിൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്നല്ല, ടൈറ്റിൽ ഈസ് എ കൈൻഡ് ഓഫ് റൈറ്റ്. ഒരു തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റ് ആയിട്ടാണ് ടൈറ്റിലിനെ ഓസ്റ്റിൻ പറയുന്നത്. അതായത് ഓസ്റ്റിൻ കാണുന്നത് ടൈറ്റിൽ ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കൈൻഡ് ഓഫ് റൈറ്റ് ആണ്. ഇദ്ദേഹം റൈറ്റിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെമഡിയൽ റൈറ്റ്, സാങ്ഷനിങ്, പ്രൈമറി റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ടൈറ്റിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് റൈറ്റ് ആയിട്ടാണ് ഇദ്ദേഹം കണക്കാക്കിയത്. അതായത് ടൈറ്റിൽ ഈസ് ഇറ്റ്സെൽഫ് എ റൈറ്റ് വിച്ച് ഗിവ് റൈറ്റ്സ് ടു അതർ റൈറ്റ്സിന്, ആ ഒരു അതർ റൈറ്റ്സിന് ഒരു ബേർത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ തന്നെ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു സ്പീഷ്യസ്. അപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഒരു റൈറ്റിന്റെ സ്പീഷ്യസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുവഴിയായിട്ടാണ് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നത്, എൻടൈറ്റിൽഡ് ആകുന്ന ഒരു ലീഗൽ റിലേഷൻ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സെയിൽ ഡീഡിന്റെ കാര്യം തന്നെ എടുക്കുക. അപ്പൊ സെയിൽ ഡീഡ് എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആയിട്ടല്ല പുള്ളി കണക്കാക്കുന്ന ഓസ്റ്റിൻ, അതൊരു ലീഗൽ റൈറ്റ് ആണ്. നമുക്ക് ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ആണ് ആ ഒരു സെയിൽ ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ ഈസ് മിയർലി ആൻ എലമെന്റ് ഓഫ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് സാൽമണിന്റെ ഓസ്റ്റിന്റെയും ആളുകൾ അവർ രണ്ടുപേരും പറയുന്നത്. ഇനി ഈ റൈറ്റ് ഒരു ടൈറ്റിൽ ആണോ എന്ന് ചോദിച്ചതിന് ഹോളണ്ടും ബ്ലാക്ക്ബേണും പറയുന്നത്, ലോർഡ് ബ്ലാക്ക്ബേണും പറയുന്നത് അതെ എന്നുള്ളതാണ്. അതായത് ഇനി നമ്മൾ ഹോളണ്ടും അതുപോലെ തന്നെ ലോർഡ് ബ്ലാക്ക്ബേണും പറഞ്ഞത് റൈറ്റ് ഒരു ടൈറ്റിൽ ആണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് അതേ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഈസ് ഈക്വൽ ടു ടൈറ്റിൽ ആണ്. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇറ്റ്സെൽഫ് എ റൈറ്റ്. ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഒരു റൈറ്റ് ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് നമ്മളൊരു ഡി ജൂറെ ആന്റിസിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പിന്റെ ഒരു ഡി ജൂറെ ആന്റിസിഡന്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഹോളണ്ട് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ കണ്ടീഷൻ ആണ്. അവിടെ ഒരു സ്റ്റാറ്റസ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്, ഒരു ഓണർഷിപ്പ് റൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റസ് നമുക്ക് തരികയാണ്, അല്ലെങ്കിൽ മറ്റൊരു ലീഗൽ റൈറ്റിന് ഒരു സ്റ്റാറ്റസ് ആണ് അവിടെ തരുന്നത്. ഇപ്പൊ റൈറ്റ് ഈസ് ഈക്വൽ ടു ടൈറ്റിൽ എന്നുള്ള രീതിയിലാണ് ഹോളണ്ടും ബ്ലാക്ക്ബേണും പറഞ്ഞിട്ടുള്ളത്. കാരണം ടൈറ്റിൽ വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീഗൽ റെക്കഗ്നീഷൻ തരുന്നുണ്ട്. ഒരാൾക്ക് ഒരു ക്ലെയിം ഉള്ളതിന്റെ ഒരു ലീഗൽ റെക്കഗ്നീഷൻ തരുന്നുണ്ട്. ഒരു എവിഡൻസ് മാത്രമല്ല, അത് ഇറ്റ്സെൽഫ് ടൈറ്റിൽ ഉണ്ടെന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു റൈറ്റ് ആണെന്നാണ് പറയുന്നത്. റൈറ്റും ടൈറ്റിലും രണ്ടും ഡിഫറെന്റ് അല്ല, രണ്ടും എന്താ, ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഒരു വൺ ഫോം ഓഫ് റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഓഫ് റൈറ്റ് ആയിട്ടാണ് ടൈറ്റിലിനെ ഹോളണ്ട് പറയുന്നത്. ബ്ലാക്ക്ബേണും അതുപോലെ തന്നെ ബ്ലാക്ക്ബേണും പറയുന്നത് റൈറ്റും ടൈറ്റിലും രണ്ടും വൺ ആണ് അല്ലെങ്കിൽ ഒന്നാണ്, ബോത്ത് ആർ സെയിം ആണെന്നുള്ള രീതിയിലാണ് ബ്ലാക്ക്ബേണും പറയുന്നത്. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് മാത്രമല്ല, ടൈറ്റിൽ ഇക്വലന്റ് ആണ് എന്തിനോട്, ഒരാൾക്ക് ഒരു ലീഗൽ റൈറ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം പൊസസ് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് ടൈറ്റിലിനെ പറയുന്നത്. ഇപ്പൊ ഒരു പേഴ്സൺ ഒരു ടൈറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, അയാൾക്ക് ഓൾറെഡി ടൈറ്റിൽ ഉണ്ടെന്ന് തന്നെയാണ്. അതായത് ഇപ്പൊ എനിക്കൊരു ലാൻഡിൽ ഒരു ടൈറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എനിക്കൊരു ലീഗൽ റൈറ്റ് അത് പൊസസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഉണ്ടെന്നാണ്. അപ്പൊ ടൈറ്റിൽ ഈസ് ഈക്വൽ ടു ഓണർഷിപ്പ് ഉണ്ടെന്നാണ്. ദാറ്റ് മീൻസ് അതെന്താണ്, റൈറ്റ് ഇൻ സെൻസ്, റൈറ്റ് ഉണ്ടെന്ന് തന്നെയാണ് എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ആരെ സംബന്ധിച്ചിടത്തോളം, ബ്ലാക്ക്ബേണിനെയും ലോർഡ് ഹോളണ്ടിനെയും സംബന്ധിച്ചിടത്തോളം ഈസ് റൈറ്റ് ഈസ് ഈക്വൽ ടു ടൈറ്റിൽ എന്ന് ചോദിച്ചാൽ യെസ് അതെ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതായത് ടൈറ്റിലും റൈറ്റും എസെൻഷ്യലി സെയിം ആണെന്നാണ് ബ്ലാക്ക്ബേൺ പറഞ്ഞിട്ടുള്ളത്. ഹോളണ്ട് പറഞ്ഞിട്ടുള്ളത് അതാണ്,
ടൈറ്റിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡീജൂറെ കണ്ടീഷനാണ്. എന്താ ഡീജൂറെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓണർഷിപ്പ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതിന്റെ അർത്ഥം ദാറ്റ് ഇറ്റ്സെൽഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ ഒരു റൈറ്റ് ആണെന്നാണ്. ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്, ഓസ്റ്റിനും സൽമണിലേക്ക് വരുമ്പോഴും ഓസ്റ്റിൻ പറയുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റൈറ്റ് ആണ്, ഒരു തരത്തിലുള്ള ഇതാണ്, എന്നാൽ ഈക്വൽ ടു അല്ല, ഒരു കാറ്റഗറി ഓഫ് റൈറ്റ് ആണെന്നുള്ള രീതിയിലാണ്. സോ സാൽമണ്ട് പറയുന്നത് ടൈറ്റിൽ ഒരു എലമെന്റ് മാത്രമാണ് റൈറ്റിന്റെ, കുറെ 5 എലമെന്റ്സ് ഉള്ളതിൽ ഒരു എലമെന്റ് മാത്രമാണെന്നാണ് സാൽമണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും നോക്കുകയാണ് സാൽമണ്ട് എന്തൊക്കെയാ പറയുന്നത്, ഓസ്റ്റിൻ എന്താ പറഞ്ഞതെന്ന്. ഇതില് സാൽമണ്ട് പറയുന്നത് എന്താ, സാൽമണ്ട് ടൈറ്റിലിനെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. സാൽമണ്ട് ഹോൾഡ്സ് ദാറ്റ് ടൈറ്റിൽ ഈസ് ദ 5th element ഓഫ് എ ലീഗൽ റൈറ്റ്. യെസ്, സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു 5 എലമെന്റ്സ് ഉണ്ട് ലീഗൽ ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുമ്പോൾ. അതിന് 5 എലമെന്റ്സ് പറഞ്ഞു. ഈ 5 എലമെന്റ്സ് നമ്മൾ റൈറ്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ആ 5 എലമെന്റ്സിൽ 5ാമത്തെ എലമെന്റ് ആണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ഹി അണ്ടർലൈൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈറ്റിൽ ബൈ കോട്ടിംഗ് ടൈറ്റിൽ ഈസ് ദ ഡിഫാക്ടോ ആന്റിസിഡന്റ്. നമ്മൾ ആ വേർഡ് പറഞ്ഞായിരുന്നു. ടൈറ്റിൽ ആണ് എന്ത്, ഡിഫാക്ടോ ആയിട്ടുള്ള ആന്റിസിഡന്റ് എന്താണ് പറയുന്നത്, അതിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓഫ് വിച്ച് റൈറ്റ് ഈസ് ദ ഡി ജൂറെ കോൺസിക്വന്റ്. അപ്പോൾ റൈറ്റ് അതിന്റെ ഡി ജൂറെ കോൺസിക്വന്റ് ആണെങ്കിൽ ഡിഫാക്ടോ ആന്റിസിഡന്റ് ആണ് ടൈറ്റിൽ. അതിന്റെ ഒരു എവിഡൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രൂഫ് ആണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ട് അവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ലോ റൈറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ഫാക്ട് എവിഡൻസ് ആണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. എനിക്ക് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ലീഗൽ റൈറ്റ് ഹാസ് എ ടൈറ്റിൽ. ഏതൊരു ലീഗൽ റൈറ്റിനും ഒരു ടൈറ്റിൽ ഉണ്ടാകും. ദാറ്റ് ഈസ് ടു സേ സർട്ടൻ ഫാക്ട്സ് ഓർ ഇവന്റ്സ് ബൈ റീസൺ ഓഫ് വിച്ച് ദ റൈറ്റ് ഹാസ് ബിക്കം വെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഓണർ. അതായത് ഒരു റൈറ്റ് ഒരു ഓണറിന്റെ കയ്യിൽ വെസ്റ്റ് ചെയ്യുന്നുണ്ട്, അയാളുണ്ട് എന്ന് കാണിക്കുന്നതിന് കുറച്ച് എന്താ പറയുക ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ സോഴ്സസ് ആണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ ലോ കൺഫേഴ്സ് എ റൈറ്റ് അപ്പോൺ വൺ മാൻ, ലോ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൈറ്റ് കൺഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഡസ് നോട്ട് കൺഫർ അപ്പോൺ അനദർ ആൻഡ് ദ റീസൺ ഈസ് ദാറ്റ് സർട്ടൻ ഫാക്ട്സ് ആർ ട്രൂ ഓഫ് ഹിം വിച്ച് ആർ നോട്ട് ട്രൂ ഓഫ് അതേഴ്സ് ആൻഡ് ദീസ് ഫാക്ട്സ് ആർ ദ ടൈറ്റിൽ ഓഫ് ദ റൈറ്റ്. ദർ ആർ സർട്ടൻ റൈറ്റ്സ് വിച്ച് എ പേഴ്സൺ അക്വേഴ്സ് ബൈ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതുകൊണ്ട്, നെയിംലി റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനായിട്ടുള്ളത്, ദാറ്റ് മീൻസ് റൈറ്റ്. അതുപോലെ തന്നെ റൈറ്റ് ടു ലിബർട്ടി, അതായത് ഫ്രീഡം. ദെൻ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, നമുക്കൊക്കെ ഉള്ളതാണ് റൈറ്റ് ടു റെപ്യൂട്ടേഷൻ. ഇത്തരത്തിലുള്ള കുറെ റൈറ്റുകളൊക്കെ. ആൻഡ് വേറസ് ദർ ആർ അതേഴ്സ് വിച്ച് മാൻ അക്വേഴ്സ്, അതായത് നേടിയെടുക്കുന്നത് കൊണ്ട്, ജനിക്കുമ്പോഴേ കിട്ടുന്നത് മാത്രമല്ല നേടിയെടുക്കുന്നത് കൊണ്ട്, ത്രൂ കോൺട്രാക്ട്, കരാറിലൂടെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിലൂടെ, അല്ലെങ്കിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് വഴിയായിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റു ട്രാൻസാക്ഷൻസ് ഗിഫ്റ്റിലൂടെയോ ഒക്കെ നമുക്ക് കിട്ടുന്ന മറ്റു റൈറ്റ്സുകളും ഉണ്ട്. ഇൻ ഐദർ കേസ് ദർ മസ്റ്റ് ബി സം ഫാക്ട്. അപ്പൊ അവിടെയൊക്കെ ആ റൈറ്റ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കുറച്ച് ഫാക്ട് അവിടെ വേണം. ദാറ്റ് മീൻസ് അവിടെ ഒരു ടൈറ്റിൽ നമുക്ക് വേണം, പ്രൂഫ്. അതുവഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും റൈറ്റ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ആ ടൈറ്റിലാണ്. സോ സാൽമണ്ടിന്റെ എക്സ്പ്ലനേഷൻ, ടൈറ്റിലിന്റെ എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് മനസ്സിലാവുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ലീഗൽ റൈറ്റിന്റെ ഭാഗമാണ്, ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ ഈസ് ഈക്വൽ ടു ലീഗൽ റൈറ്റ് എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ, ടൈറ്റിൽ ഈസ് എ പാർട്ട് ഓഫ് ലീഗൽ റൈറ്റ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ലീഗൽ റൈറ്റിന്റെ ഒരു ഭാഗമാണ്. അതായത് സാൽമണ്ടിനെ സംബന്ധിച്ചിടത്തോളം 5ാമത്തെ എലമെന്റ് ആണ് ലീഗൽ റൈറ്റിന്റെ 5 എലമെന്റുകളിൽ 5ാമത്തെ എലമെന്റ് ആണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഏതൊരു ലീഗൽ റൈറ്റിനും എന്തുണ്ടാകും, ടൈറ്റിൽ ഉണ്ടാകും. അതായത് അത് ലീഗൽ ആയിട്ടുള്ള ഒരു റീസൺ അവിടെ ഉണ്ടാകും. ആ റൈറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു ലീഗൽ റീസൺ ഫോർ ദാറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ടൈറ്റിൽ എന്താണെന്ന് പറയുന്നത്, ഇസ് ദ കോസ് ഓർ റീസൺ വൈ എ പേഴ്സൺ ഹാസ് എ ലീഗൽ റൈറ്റ്. എന്തുകൊണ്ടാണ് ഒരു പേഴ്സൺ ഒരു ലീഗൽ റൈറ്റ് ഉള്ളത് എന്ന് കാണിക്കുന്ന ആ ഒരു കോസ് അല്ലെങ്കിൽ ആ ഒരു റീസണെയാണ് ടൈറ്റിൽ എന്ന് കാണിക്കുന്നത്. സാൽമണ്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആ ഒരു ഡിഫാക്ടോ ആന്റിസിഡന്റ് ആണെന്ന, ഓഫ് വിച്ച് റൈറ്റ് ഈസ് ദ ഡി ജൂറെ കോൺസിക്വന്റ്. അതായത് റൈറ്റ് അവിടെ ഉണ്ട്, കോൺസിക്വന്റ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ആഫ്റ്റർ റിസൾട്ട് ആണെന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ റൈറ്റ് അവിടെ ഉണ്ടെന്നുള്ളതിന്റെ റിസൾട്ട് ആണ് എന്ത്, അതിനൊരു എക്സിസ്റ്റൻസ് ഓഫ് ഫാക്റ്റ് ആണ് എന്ത്, ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ടൈറ്റിൽ ഉണ്ട്, എനിക്കൊരു ടൈറ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ടൈറ്റിലാണ് അതിന്റെ ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട്. എന്തിന്റെ, എനിക്ക് ആ റൈറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതിന്റെ. അതായത് ആ ഒരു ഡി ജൂറെ ആയിട്ടുള്ള കോൺസിക്വന്റ്, റൈറ്റ് എന്ന് പറയുന്ന ഡി ജൂറെ കോൺസിക്വന്റ് വരാനുള്ളതിന്റെ എക്സിസ്റ്റൻസ് ആണ് എന്ത്, ഡി ഫാക്ടോ ആന്റിസിഡന്റ് ആണ് എന്ത്, ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ടൈറ്റിൽ ഈസ് ദ ആക്ച്വൽ ഫാക്ട്. ടൈറ്റിലാണ് അവിടുത്തെ ആക്ച്വൽ ഫാക്ട് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇവന്റ് ആയിട്ട് വരുന്നത്. അതാണ് എന്തിലേക്ക് നമ്മൾ റൈസ് ചെയ്യുന്നത്, ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്നതിലേക്ക് റൈസ് ചെയ്യുന്നത് ആ ഒരു ലീഗൽ ആയിട്ടുള്ള ടൈറ്റിൽ ഉള്ളതാണ്. അപ്പൊ ടൈറ്റിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ പറയുകയാണെന്ന് വിചാരിക്കുക, പല രീതികളിലൂടെ ടൈറ്റിൽ അവിടെ റൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സംടൈം ടൈറ്റിൽ നമുക്ക് അറൈസ് ചെയ്യുന്നത് ബൈ ബർത്ത് ആവാം, ജനിക്കുന്നതിലൂടെ കിട്ടുന്നതാകാം ചില ടൈറ്റിലുകൾ. അതിലാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനായിട്ടുള്ള റൈറ്റ്, ആൻഡ് ഓൾസോ റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്,
യു ഗെറ്റ് ദീസ് ജസ്റ്റ് ബൈ ബീങ് ബോൺ. ജനിക്കുന്നത് വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന റൈറ്റുകളാണ് ഇതെല്ലാം. ഇത്തരത്തിൽ പറയുന്ന ടൈറ്റിലുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു രീതിയിലൂടെ കോൺട്രാക്റ്റിലൂടെ നമ്മൾ നേടിയെടുക്കുന്നൊന്നുമല്ല. ബൈ ബോൺ അല്ലെങ്കിൽ ബൈ ബീങ് ബോൺ, ജനിക്കുന്നത് വഴിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ചില ടൈറ്റിൽസ് ആൻഡ് സം ടൈറ്റിൽ അറൈസസ് ബൈ ലീഗൽ ആക്ടുകൾ വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന ടൈറ്റിലുകളും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി ബൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കോടതിയുടെ ജഡ്ജ്മെന്റ്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കിയത് എന്റെ പ്രോപ്പർട്ടി ആണോ അയാളുടെ പ്രോപ്പർട്ടി ആണോ എന്ന് ദെൻ കോടതിയുടെ ജഡ്ജ്മെന്റ് വഴിയായിട്ട് എന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കോടതിയുടെ ജഡ്ജ്മെന്റ് വഴിയായിട്ട് കിട്ടുന്നതാകാം നമുക്ക്. അപ്പൊ അങ്ങനെ ലീഗൽ ആക്ടുകൾ വഴിയായിട്ട് കിട്ടുന്നത് കൊണ്ട് അതുപോലെ തന്നെ എങ്ങനെയുണ്ട്, നമുക്കതല്ലാതെ കിട്ടുന്ന ടൈറ്റിലും ഉണ്ട്, ബൈ ബർത്ത് വഴി കിട്ടുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ, സാൽമിറ്റ് പറയുന്നുണ്ട് ലോ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഒരു റൈറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നോട്ട് ടു അനദർ, മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ നിയമം വഴിയായിട്ട് എനിക്ക് മാത്രം ഒരു റൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നോട്ട് ടു അനദർ, മറ്റൊരാൾക്ക് കൊടുക്കാതെ എനിക്ക് മാത്രമുള്ള ഒരു റൈറ്റ് ആണ്. അത് ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ, ആ റൈറ്റ് അവിടെ എനിക്ക് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ അതിനുള്ള എന്ത് വേണം, എന്തെങ്കിലും ഒരു ഫാക്ട് അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കണമല്ലോ, എന്നാലല്ലേ എനിക്ക് ആ റൈറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് ആ ഫാക്ട് ഞാൻ ടൈറ്റിൽ എന്ന് പറയുന്നത്. ദാറ്റ് അപ്ലൈ ടു വൺ പേഴ്സൺ ബട്ട് നോട്ട് ടു അനദർ. എനിക്ക് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഇത്ര സെറ്റ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്, ഇതിന്റെ പുറത്ത് എനിക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഫാക്ടിന്റെ എക്സിസ്റ്റൻസ് അവിടെ കാണിക്കണം. അതായത് അവിടെ ഒരു ടൈറ്റിൽ അവിടെ കാണിക്കണം. യു ഹാവ് പ്രോപ്പർട്ടി ബട്ട് യു ബോട്ട് ഇറ്റ്. ഞാനിത് ഒരു പ്രോപ്പർട്ടി എനിക്കുണ്ട്, ഞാനിത് വാങ്ങിയത് കൊണ്ടാണ്, അപ്പൊ അതിന്റെ ടൈറ്റിൽ ഡീഡ് അല്ലെങ്കിൽ സെയിൽ ഡീഡ് എനിക്ക് വേണം. അപ്പൊ സമ്മൺ എൽസ് വേറൊരാൾ വന്നിട്ട് ആ റൈറ്റ് അയാൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇല്ല. കാരണം എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ഡിഡ്ന്റ് ബൈ ഇറ്റ്. അയാൾ അത് വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിന്റെ പുറത്തുള്ള സെയിൽ ഡീഡ് ഇല്ല, അതുകൊണ്ട്. ഇതാണ് നമ്മുടെ സാൽമിന്റെ വ്യൂ പോയിന്റ് ടൈറ്റിലിനെ പറ്റി പറയുന്നത്. ദെൻ കമ്മിങ് ടു ഓസ്റ്റിൻ. ഓസ്റ്റിനിലേക്ക് വരുമ്പോൾ ഓസ്റ്റിൻ എന്താ പറയുന്നത്? ഓസ്റ്റിൻ പറയുന്നത് ടൈറ്റിൽ ഈസ് നോട്ട് റൈറ്റ് ഇറ്റ്സെൽഫ്. ടൈറ്റിൽ എന്ന് പറയുന്നത് റൈറ്റ് അല്ല. ടൈറ്റിൽ ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ്, ബട്ട് ഇറ്റ്സ് ആൻ എലമെന്റ് ഓഫ് റൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്പീഷീസ് ഓഫ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് ടൈറ്റിലിനെ പറയുന്നത്. ആൻഡ് ഈ ഡിസ്റ്റിങ്ക്യൂഷ്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ഫോർമുല നോക്കിയില്ലേ ഇതിനു മുമ്പ്, ഇവർ രണ്ടുപേരും പറഞ്ഞത് അങ്ങനെയാണെന്ന്. ടൈറ്റിൽ ഈസ് മിയർലി ആൻ എലമെന്റ് ഓഫ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. സോ ഈ ഡിസ്റ്റിങ്ക്യൂഷ് ദ റൈറ്റ് ആൻഡ് ടൈറ്റിൽസ് ഇൻ ഫോളോയിങ് ടേംസ്. റൈറ്റിനെയും ടൈറ്റിലിനെയും ഇദ്ദേഹം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ട് ഓസ്റ്റിൻ. ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓസ്റ്റിൻ പറയുന്നത് ടൈറ്റിൽ ഈസ് നോട്ട് എ റൈറ്റ് ഇറ്റ്സെൽഫ്. ടൈറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു റൈറ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ആൻ എലമെന്റ് ഓഫ് റൈറ്റ്. റൈറ്റിന്റെ ഒരു എലമെന്റ് ആണെന്നാണ്. കാരണം ഫോർ ഓസ്റ്റിൻ ടു, ഓസ്റ്റിനും എന്താണ് സാൽമിഡിനെ പോലെ തന്നെ ടൈറ്റിലാണ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. എന്ത്? വൈ സമ്മൺ ഹാസ് എ റൈറ്റ്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത് ടൈറ്റിലാണ്. ബട്ട് ടൈറ്റിൽ എലോൺ ഒരു റൈറ്റ് അല്ല, അതൊരു പാർട്ട് ഓഫ് എ ഫുൾ റൈറ്റ്. ഫുൾ ആയിട്ടുള്ള റൈറ്റിന്റെ പാർട്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ടൈറ്റിൽ ഈസ് ഈക്വൽ ടു ദ ഫാക്ട്, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണെന്ന് പറയാം. എന്ത്? ദാറ്റ് ക്രിയേറ്റ്സ് എ ലീഗൽ റൈറ്റ്. ഒരാൾക്ക് ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇവന്റിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിന്റെ ആ ഒരു ഡിസ്റ്റിങ്ക്വിഷ്മെന്റ് നമുക്ക് നോക്കാം, എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുള്ളതെന്ന്. ഓസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിറ്റീവ് ഫാക്റ്റ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ആണ്, അതുവഴിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന്. അതിനെയാണ് ഈ പറയുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു, ഓസ്റ്റിൻ പറയുന്നത് ഒരു ഇൻവെസ്റ്റിറ്റീവ് ഫാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത്? ലീഗൽ റൈറ്റ് ഉണ്ടെന്ന്. ഒരു ലീഗൽ റൈറ്റ് നമുക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ടൈറ്റിൽ എന്ന് ഓസ്റ്റിൻ പറയുന്നത്. റൈറ്റ് എന്താണെന്ന് ഓസ്റ്റിൻ പറഞ്ഞത്? റൈറ്റ് എന്ന് പറയുന്ന ഓസ്റ്റിനെ സംബന്ധിച്ച് ദ പവർ, ഫാക്കൽറ്റി ഓ കപ്പാസിറ്റി കൺഫേർഡ് അപ്പോൺ എ പേഴ്സൺ ഫൗണ്ടഡ് ഓൺ ദി ടൈറ്റിൽ. അതായത് റൈറ്റ് എന്ന് പറയുന്നത് ഒരു പവർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ആണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പേഴ്സൺ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. യെസ്. അപ്പോ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ പവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പാസിറ്റി. ആ കപ്പാസിറ്റിയിലൂടെയാണ് ലോ ഒരു പേഴ്സണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും എന്ത്? റൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ടൈറ്റിലാണ് ഒരു വ്യക്തിക്ക്, അയാൾക്ക് ഒരു ടൈറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ടൈറ്റിലാണ് അയാൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഈസ് ദ ബിൽഡ് ഓൺ ദ ടൈറ്റിൽ നമ്മൾ പറയില്ലേ? റൈറ്റ് ആണ് ടൈറ്റിൽ ബിൽഡ് ചെയ്ത് എടുക്കുന്നത് എന്ന് പറയും, അല്ലെങ്കിൽ ടൈറ്റിലാണ് റൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹോളണ്ടിലേക്ക് വരുമ്പോൾ നോക്കിയേ, ഹോളണ്ട് എന്താ പറയുന്നത്? ആദ്യം നമുക്കൊന്ന് വായിക്കാം. ഹോളണ്ട് ഡസ് നോട്ട് അക്സെപ്റ്റ് ടൈറ്റിൽ ആസ് എൻ എലമെന്റ് ഓഫ് ലീഗൽ റൈറ്റ്. And Holland does not approve of the use of the term title, for although it connotates the facts which give rise to a right,
ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എ ഫാക്ട് വിച്ച് ട്രാൻസ്ഫർ ഓർ എക്സ്റ്റിങ്ക്യൂഷ് റൈറ്റ്സ്. യെസ്, ഹോളണ്ട് എന്താ പറയുന്നത്? ഹോളണ്ടിന്റെ ഒരു വ്യൂ പോയിന്റിലേക്ക് വരുമ്പോൾ ഹോളണ്ട് പറയുന്നതും ഹോളണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടൈറ്റില് റൈറ്റിന്റെ ഒരു ലീഗൽ എലമെന്റ് ആയിട്ട്. അതായത് ഹോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഹോളണ്ട് ലീഗൽ ആയിട്ടുള്ള റൈറ്റിന്റെ ഒരു എലമെന്റ് ആയിട്ട്, നമ്മൾ സാൽമണ്ട് ഒക്കെ പറഞ്ഞ പോലെ ലീഗൽ ആയിട്ടുള്ള റൈറ്റിന്റെ ഒരു എലമെന്റ് ആയിട്ടല്ല ടൈറ്റിലിനെ ഹോളണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞത് ടൈറ്റിൽ പറയുന്നത് എന്താണ്? ടൈറ്റിൽ എന്ന് പറയുന്നത് ടെൽ ആസ്, നമ്മളോട് പറയുന്നു സം ഫാക്ട്സ് ഗിവ് റൈസ് ടു എ റൈറ്റ്. അതായത് എന്തൊക്കെയോ ഫാക്റ്റുകളെ പറ്റിയാണ് ടൈറ്റിൽ അവിടെ പറയുന്നത്. അതാണ് ആ ഫാക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റൈറ്റിലേക്ക് റൈസ് ചെയ്യുന്നത്, എത്തുന്നത്. ബട്ട് ടൈറ്റിൽ ഡസ് നോട്ട് ടെൽ us വാട്ട് ഫാക്ട് ആക്ച്വലി ഗീവ് ഓർ റിമൂവ് റൈറ്റ്സ്. അതായത് എന്താണോ, അല്ലെങ്കിൽ ടൈറ്റിൽ ആക്ച്വലി നമ്മളോട് പറയുന്നില്ല എന്തൊക്കെ ഫാക്റ്റുകളാണ് ആക്ച്വലി നമുക്കൊരു റൈറ്റ് തരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്റ്റുകളാണ് നമുക്ക് അവിടെ റൈറ്റ് ഇല്ലാതാക്കിയതെന്ന് ടൈറ്റിൽ നമ്മളോട് പറയുന്നില്ല. പക്ഷെ ടൈറ്റിൽ നമുക്ക് കുറെ ഫാക്റ്റുകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു ഇപ്പോൾ ടൈറ്റിൽ ഡീഡ്, ഒരു സെയിൽ ഡീഡ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഫാക്ട് അവിടെ നിലവിലുണ്ടെന്ന് പറയുന്നു. ആ ഫാക്ട് വഴിയായിട്ടാണ് റൈറ്റിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ടൈറ്റിൽ ഒരിക്കലും നമ്മളോട് ഏതൊക്കെ ഫാക്റ്റാണ് നമുക്ക് ആ റൈറ്റ് തരുന്നത്, ഏതൊക്കെ ഫാക്റ്റ് റൈറ്റ് ഇല്ലാതാക്കുന്നത്, അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് ഹോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ടൈറ്റിൽ എന്ത് ചെയ്യുന്നു, കുറെ ഫാക്റ്റുകളെ പറ്റി പറയുന്നു. ഈ ഫാക്ട് ശരിക്കും നമുക്ക് ഈ ഫാക്ട് ശരിക്കും നമുക്ക് റൈറ്റ് തരുന്നതാണോ അതെയോ റൈറ്റ് ഇല്ലാതാക്കുന്ന ഫാക്റ്റ് ആണോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫാക്റ്റുകളിലേക്ക് ലുക്ക് അറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ സെയിലാണോ ഇൻഹെറിറ്റൻസ് ആണോ അങ്ങനെയുള്ള ഓരോ ഫാക്റ്റുകളേക്കും നമ്മൾ നോക്കിയിട്ട് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഫാക്ട് നമുക്കൊരു ലീഗൽ റൈറ്റ് തരികയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് റിമൂവ് ചെയ്യുവാണോ എന്നുള്ളത്. അതല്ലാതെ ഇന്ന ഫാക്റ്റുകൾ ലീഗൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നോ ഇന്ന ഫാക്റ്റുകൾ ലീഗൽ റൈറ്റ് റിമൂവ് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും പറയുന്നില്ല എന്നാണ് ഹോളണ്ട് പറയുന്നത്. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ ടു ലാൻഡ് എന്ന് പറയുന്നത് ഹോളണ്ട് പറയുന്നത് എങ്ങനെയാ, അയാൾ പറയുകയാണ് ഇപ്പോൾ സംതിങ്, ഒരു വ്യക്തി ഒരു ലാൻഡ് ബോട്ട് ചെയ്തു, വാങ്ങി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഒരു ലാൻഡ് ഇൻഹെറിറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം ആ ഒരു ടൈറ്റില് വഴിയായിട്ട് അയാൾക്ക് റൈറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അവിടെ ഡയറക്റ്റ്ലി പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വലിയ യൂസ്ഫുൾ ഇല്ലാത്തുള്ള രീതിയിലാണ് ഹോളണ്ടിന്റെ ആ ഒരു കൈൻഡ് ഓഫ് വ്യൂ പോയിന്റ് പറയുന്നത്. ഇനി അടുത്ത ജസ്റ്റിസ് ഹോംസ് എന്താ പറയുന്നത്? എവറി റൈറ്റ് ഈസ് എ കോൺസിക്വൻസ് അറ്റാച്ച്ഡ് ബൈ ദ ലോ to one or more facts which the law defines, and wherever the law gives anyone special right not shared by the body of people, it does so on the ground that certain special facts not true of the rest of the world are true to him. It is these special facts which constitute the title. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹോംസിനെ സംബന്ധിച്ചിടത്തോളം, ജസ്റ്റിസ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്നത് ഏതൊരു റൈറ്റ് ആണെങ്കിലും അത് വരുന്നത് എവിടെ നിന്നായിരിക്കും? ദാറ്റ് കംസ് ഫ്രം സം സ്പെഷ്യൽ ഫാക്ട്. അതായത് ലോ അക്സെപ്റ്റ് ചെയ്യുന്ന, ദാറ്റ് ലോ അക്സെപ്റ്റ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ലോ അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്റ്റുകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏതൊരു റൈറ്റും വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് എവരി റൈറ്റ് കംസ് ഫ്രം സം സ്പെഷ്യൽ ഫാക്ട്. ഏത് റൈറ്റ് ആണെങ്കിലും അത് വരുന്നത് കുറച്ച് സ്പെഷ്യൽ ഫാക്റ്റുകളിൽ നിന്നായിരിക്കും. ആ സ്പെഷ്യൽ ഫാക്റ്റുകൾ ഏതായിരിക്കും? ലോ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫാക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒന്നല്ല. ദാറ്റ് ആർ നോട്ട് കോമൺ ടു എവരി വൺ. പക്ഷെ സം പീപ്പിളിന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സ്പെഷ്യൽ ഫാക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അവരിൽ ആ ടൈറ്റിൽ ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സപ്പോസ് നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടുന്നു, അത് എന്തുകൊണ്ടായിരിക്കാം? ലോ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫാക്ട് ഉണ്ട്, ഞാനാണ് ആ പ്രോപ്പർട്ടി വാങ്ങിയതെന്ന്. ബിക്കോസ് ഐ ബോട്ട് ദാറ്റ് പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫാക്റ്റ് ആണ് എനിക്ക് ആ ടൈറ്റിൽ അവിടെ തരുന്നത്. അപ്പൊ അതാണ് ഹോംസ് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ബെന്താമിന്റെ വ്യൂ പോയിന്റ് എന്താ പറയുന്നത്? ബെന്താം പറയുന്നത് ഹി ക്രിട്ടിസൈസസ് ദ വേർഡ് ടൈറ്റിൽ because while it denotes a fact which give rights to the creation of right, it does not denote those which destroy a right, and he suggests the term dispositive fact instead of title, or for every fact by which a right or duty is created or destroyed. Yes, ബെന്താമിന്റെ വ്യൂ പോയിന്റ് എന്താ? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം he does not like the word title much. ടൈറ്റിൽ എന്ന് പറയുന്ന വേർഡിനെ പറ്റി വളരെ ഒരു ഇഷ്ടമുള്ള വ്യക്തി, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബെന്താം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദ ഫാക്ട് ദാറ്റ് ക്രിയേറ്റ് എ റൈറ്റ്. ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് ആണ് എന്ത്, ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. പക്ഷെ ടൈറ്റിൽ അല്ല എല്ലാ ഫാക്റ്റുകളും കവർ ചെയ്യുന്നത്.
അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് വരുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ടൈറ്റിൽ മീൻസ് ദ ഫാക്ട് ദറ്റ് ക്രിയേറ്റ് എ റൈറ്റ്. ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകളാണ് എന്ത് ടൈറ്റിൽ എന്ന് പറയുന്നത്. ബട്ട് ടൈറ്റിൽ ഡസ് നോട്ട് കവർ ദ ഫാക്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കവർ ചെയ്യുന്നില്ല ടൈറ്റില്? ദാറ്റ് എൻഡ് ഓർ ഡിസ്ട്രോയ് എ റൈറ്റ്. അതായത് ഇപ്പോൾ ഇത്ര വിചാരിക്കും, ഒരാൾ സെയിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ സെയിലിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് നമുക്ക് വരും. ആ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് അവിടെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക്. അപ്പൊ അതായത് അല്ലെങ്കിൽ ഒരു ക്യാൻസലേഷൻ ഓഫ് ഡീഡ് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഒരാൾക്ക് ഉണ്ടായിരുന്ന ഓണർഷിപ്പ് നഷ്ടപ്പെട്ടു, ഡിസ്ട്രോയ് ചെയ്തു. അപ്പോൾ ഒരു ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം പറയുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്. അതാണ് ഒരാൾക്ക് റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടൈറ്റിൽ പക്ഷേ കവർ ചെയ്യുന്നില്ല ഏതൊക്കെ ഫാക്റ്റുകളാണ് ഒരാൾക്ക് ഒരു റൈറ്റ് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അവിടെ പറയുന്നില്ല ഈ ഒരു ടൈറ്റിൽ. അതായത് ടൈറ്റിൽ വഴിയായിട്ട് പറയുന്നില്ല ഏതൊക്കെ ഫാക്റ്റുകളാണ് ഒരു വ്യക്തിക്ക് റൈറ്റ് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ടൈറ്റിൽ എന്ന് പറയുന്ന വേർഡിന് പകരം ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്ന വേർഡ് ആയിരുന്നു കൂടുതലും പറയാനായിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവരുടെ 4 പേരുടെയും ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോക്കി പോവാ. ടൈറ്റിലിനെ പറ്റി റൈറ്റിനെ പറ്റിയും ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്, അതാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ റൈറ്റ്. റൈറ്റ് എന്തായിരുന്നു ഓസ്റ്റിൻ പറഞ്ഞത്, എന്താ ഒരു ലീഗൽ പവർ ആണ്, ബേസ്ഡ് ഓൺ ദാറ്റ് ടൈറ്റിൽ ആണ്. ഹോളണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് അത്ര യൂസ്ഫുൾ അല്ല, ബെറ്റർ ടു ഫോക്കസ്, നമ്മൾ ആക്ച്വൽ ഫാക്റ്റിൽ ഫോക്കസ് ചെയ്യുവാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഹോളണ്ട് പറയുന്നത്. ഹോംസിലേക്ക് വരുമ്പോഴോ, ഹോംസ് പറയുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫാക്റ്റ് ആണ്, അതാണ് ലോ റെക്കഗ്നൈസ് ചെയ്ത് തരുന്നത് നമുക്ക് ഈ ഒരു റൈറ്റ് തരാനായിട്ട്. അപ്പോൾ ബന്ധമിലേക്ക് വരുമ്പോഴോ, ബന്ധം ടൈറ്റിൽ എന്ന് പറഞ്ഞ വേർഡിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ടൈറ്റിൽ അദ്ദേഹം പ്രിഫർ ചെയ്തിരുന്ന വേർഡ് ഡിസ്പോസിറ്റീവ് ഫാക്റ്റ് എന്നാണ്. കാരണം ആ ഫാക്റ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരാൾക്ക് റൈറ്റ് ഇല്ലാതാവുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ പ്രോപ്പർട്ടി വിറ്റു എന്ന് പറയുമ്പോഴേക്കും പോയി, എൻഡ് ചെയ്തു, ആ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. സെയിൽ എന്ന് പറയുമ്പോഴേക്കും ക്രിയേറ്റ് ചെയ്യാണ് ഓണർഷിപ്പ്. അപ്പൊ അത് ഡിസ്പോസിറ്റീവ് ഫാക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൽ നിന്നൊന്നും ഒരുപാട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. റൈറ്റോ ടൈറ്റിലിന്റെ ഏരിയ ഒന്നും, കൂടുതലും റൈറ്റ് ടു ഡ്യൂട്ടി അതൊക്കെ വെച്ചിട്ടാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എനിവേസ് ടൈറ്റിൽ നമുക്ക് നോക്കി പോവാം, നമുക്ക് എന്തായാലും സിലബസിലുള്ള കോൺസെപ്റ്റ് ആണ്. Then title is a link between a person and an object to establish ownership of property. A title is the de facto antecedents of which the right is the de jure consequent. Right of possession on ownership comes in term of de facto first and later de jure. For example, I have a watch on my hand. അങ്ങനെയാണെങ്കിൽ how it can be said that is my, ഇത് എൻ്റെ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതെന്തുകൊണ്ടാ? or I have the title over it, എനിക്ക് അതിൻ്റെ പുറത്തൊരു ടൈറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓ someone has gifted me, എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് തന്നുകൊണ്ടായിരിക്കാം, or I have, എനിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതായിരിക്കാം. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവൻ ഓഫ് സ്റ്റോളൻ ഒബ്ജക്ട്സിലാണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇൻ ഫാക്ട്, നമുക്ക് നോക്കുമ്പോൾ ഇൻഫാക്ട് കാണുന്നതാണ്, എൻ്റെ കയ്യിലായതുകൊണ്ട് അത് എൻ്റെ ആണെന്ന് പറയാം. ആൻഡ് ഇൻ ലോ ഓവർ പ്രോപ്പർട്ടി അതിലൂടെയും വരാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് ലിങ്ക് ആണ് ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ദ ഒബ്ജക്റ്റ് ടു എക്സ്റ്റാബ്ലിഷ് ദ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ്, പ്രോപ്പർട്ടി ഓർ ഒബ്ജക്റ്റ് ഒരു തിങ്ങുന്ന ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ തിങ്ങെന്ന് പറയുന്നത് എന്താ, ദാറ്റ് മീൻസ് എ പ്രോപ്പർട്ടി ആവാം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം. ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു റൈറ്റുള്ള ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു ലിങ്കിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പേഴ്സണ് ലീഗലി ഒരു ഓണർഷിപ്പ് കൊടുക്കുന്നത്. സോ ടൈറ്റിലാണ് ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. വൈ, എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സണ് ആ സംതിങ്, അതൊരു പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, അതിൻ്റെ പുറത്ത് ഓണർഷിപ്പ് ഉള്ളത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ആ ടൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡി ഫാക്ടോ ആൻറ്റിസിഡൻ്റ് ആണ്, റൈറ്റ് എന്ന് പറയുന്നത് ഡി ജൂറെ കോൺസിക്വൻ്റ് ആണെന്നും പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ റൈറ്റ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് ഓൺ ഓണർഷിപ്പ് കംസ് ഇൻ ടേം ഓഫ് ഡി ഫാക്ടോ ഫസ്റ്റ് ആൻഡ് ലേറ്റർ ഡി ജൂറെ. അതായത് റൈറ്റ് വരണമെങ്കിൽ ഡി ജൂറെ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് റൈറ്റ് അവിടെ വരണമെങ്കിൽ ഒരു ഫാക്ട് അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ള ഡി ഫാക്ടോ ഫസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഇത്, ഈ പറയുന്ന ഡിഫാക്റ്റോ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് ഇത് റൈറ്റ് ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് ഓഫ് ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്, ടൈറ്റിൽ ഉള്ളത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ ഹാവ് എ വാച്ച് ഓൺ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ ഇറ്റ് ബി സെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് മൈ, ഇത് എൻ്റെ വാച്ചാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഓർ ഐ ഹാവ് ടൈറ്റിൽ ഓവർ ഇറ്റ് എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് എ വാച്ച് എന്ന് പറയുമ്പോൾ ഹൗ ഈസ് ഇറ്റ് യുവേഴ്സ്, ഇതെങ്ങനെ നിങ്ങളുടെ ആകുമെന്ന് വെച്ചാൽ ബിക്കോസ് എന്തുകൊണ്ടാവാം, യു ബോട്ട് ഇറ്റ്,
അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾ പർച്ചേസ് ചെയ്ത് വഴിയായി ടൈറ്റിൽ കിട്ടി, അതല്ലെങ്കിൽ ഓർ സം വൺ ഗിഫ്റ്റഡ് ഇറ്റ്, നിങ്ങൾക്ക് അത് ആരെങ്കിലും ഗിഫ്റ്റ് തന്നു, അപ്പോൾ ഗിഫ്റ്റ് വഴിയായിട്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ കിട്ടി, അതല്ലെങ്കിൽ ഓർ യു ഇൻഹെറിറ്റഡ് ഇറ്റ്, നമുക്ക് ഇൻഹെറിറ്റൻസ് വഴിയായിട്ട് ടൈറ്റിൽ കിട്ടി. അതായത് ഇവൻ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇപ്പം നമുക്ക് മോഷ്ടിച്ചതാണെങ്കിൽ പോലും എന്ത് ചെയ്യും, ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏത് രൂപത്തിലൂടെയാണ്, നമുക്ക് അതിൻ്റെ അകത്ത് ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ള രീതിയിലൂടെയാണ്. തോ അൺലോഫുൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമ്മുടെ കയ്യിൽ അത് ഓണർഷിപ്പ് വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ടൈറ്റിൽ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ്, അതാണ് നമുക്ക് ഗീവ് ചെയ്യുന്നത് ആ ഒരു ഓണർഷിപ്പ്, പർച്ചേസിലൂടെയോ ഗിഫ്റ്റിലൂടെയോ ഇൻഹെറിറ്റൻസിലൂടെയോ ഒക്കെ. ഇനി സാൽമണ്ട് പറയുന്നത് എന്താ? സോ സാൽമണ്ട് പറയുന്നത് ടൈറ്റിൽ ഈസ് ദ ഫിഫ്ത്ത് എലമെന്റ് ഓഫ് ലീഗൽ റൈറ്റ് എന്നാണ്. ബിക്കോസ് ഹി സെഡ് എവറി ലീഗൽ റൈറ്റ് ഹാസ് എ ടൈറ്റിൽ, that is to say certain facts or events by reason of which the rights has become vested in its owner. അതിൻ്റെ അർത്ഥം എന്താ? സാൽമണ്ട് പറഞ്ഞ കാര്യം എഗെയിൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. സാൽമണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് എലമെന്റ് ഓഫ് ലീഗൽ റൈറ്റിലാണ്. അതായത് എവരി റൈറ്റ് അത് വരുന്നത് എന്തെങ്കിലും ഒരു ഫാക്ട് അല്ലെങ്കിൽ ഇവന്റിന്റെ എക്സിസ്റ്റൻസ് വഴിയാണ്, അറൈസ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു റൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഫാക്ട് അവിടെ എക്സിസ്റ്റൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. വിത്തൗട്ട് ടൈറ്റിൽ ഇല്ലെങ്കിൽ അവിടെ ഒരു റൈറ്റ് ഉണ്ടാവില്ല. ഇനി ഹോളണ്ട് എന്താ പറയുന്നത്? ഹോളണ്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ടൈറ്റിൽ ആസ് എൻ എലമെന്റ് ഓഫ് ലീഗൽ റൈറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. എ ടെൻഡൻസി ഈസ് നോട്ടീസ് ടുവേഴ്സ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടൈറ്റിൽ വിത്ത് റൈറ്റ്. അതായത് ഹോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഓഫ് ലീഗൽ റൈറ്റ് അല്ല. അതായത് ബെറ്റർ നമ്മൾ തന്നെ ഫാക്ട്സ് നോക്കുക എന്നുള്ളതാണ്, അതിനൊരു റൈറ്റ് കൊടുക്കണമെങ്കിൽ. അതായത് അയാൾ ആ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന വേർഡ് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അയാൾ കുറച്ചും കൂടി ആക്ച്വൽ ഇവന്റ്സിനെയാണ് നോക്കുന്നത്. അതായത് നമ്മളിത് വാങ്ങിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയോ ഇൻഹെറിറ്റൻസ് ആണോ എന്ന് നമ്മൾ നോക്കുന്നതിലാണ്. പോസ്റ്റിന്റെ വ്യൂ പോയിന്റിലേക്ക് വരുമ്പോഴോ ആൻഡ് ഓസ്റ്റിൻ ഓൾസോ ഡസ് നോട്ട് അപ്രൂവ് ദ യൂസ് ഓഫ് ടൈറ്റിൽ ഫോർ റൈറ്റിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ടൻഷൻ എന്ന് പറയുന്നതും ടൈറ്റിൽ എന്ന് പറയുന്നത് ഇസ് നോട്ട് ദ റൈറ്റ് ഇറ്റ് സെൽഫ് ബട്ട് മിയർലി ആൻ എലമെന്റ് ഓഫ് റൈറ്റ് ആണെന്നാണ്. ഓസ്റ്റിൻ പറഞ്ഞതും ടൈറ്റിൽ നോട്ട് ഇറ്റ് സെൽഫ് ദ റൈറ്റ്, ടൈറ്റിൽ എന്ന് പറയുന്ന റൈറ്റ് അല്ല, അതൊരു പാർട്ട് ഓഫ് റൈറ്റ് എന്നാണ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്ന എലമെന്റ് ആണ്, അതാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊരു റൈറ്റിന്റെ ഫോർമേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ അതിന്റെ അർത്ഥം ലീഗൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ടൈറ്റിൽ വഴിയായിട്ടാണ്. അപ്പോൾ ഒരു പേഴ്സൺ ഒരു റൈറ്റ് ടു തിങ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ബിക്കോസ് ഹി ഹാസ് ദ ടൈറ്റിൽ ടു ദാറ്റ് തിങ്, അതുകൊണ്ടാണ്. അതായത് ലീഗൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ടൈറ്റിൽ വഴിയായിട്ടാണ്. ഒരു പേഴ്സൺ ഒരു റൈറ്റ് ഉണ്ട് ഒരു തിങ്ങിൽ എന്ന് പറയുമ്പോൾ ബിക്കോസ് അയാൾക്ക് ആ ടൈറ്റിൽ ഉള്ളത് കൊണ്ടാണ് ആ തിങ്ങിൽ. സോ ടൈറ്റിൽ ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഫാക്ട് ക്രിയേറ്റ് ചെയ്യുവാണ്, ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഒരു എലമെന്റ് ഓഫ് റൈറ്റ് ആണ്. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്, ടൈറ്റിലിന്റെ ക്ലാസിഫിക്കേഷൻസ്. സാൽമണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ടൈറ്റിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വെസ്റ്റീവ് റൈറ്റ് എന്നും അതുപോലെ തന്നെ ഇൻവെസ്റ്റീവ് ആയിട്ടുള്ള റൈറ്റ്സ് എന്നും പറഞ്ഞ്. സോ അക്കോർഡിംഗ് ടു സാൽമൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈറ്റിലേക്ക് വരുമ്പോൾ അക്കോർഡിംഗ് ടു സാൽമൺ പറയുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിഫാക്ടോ ആന്റിസിഡന്റ് ഓഫ് വിച്ച് ദ റൈറ്റ് ഈസ് ദ ഡി ജൂറെ കോൺസിക്വന്റ്. നമ്മൾ പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. ടൈറ്റിൽ എന്ന് പറയുന്നതാണ് റൂട്ട് ഫ്രം വിച്ച് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ രണ്ട് ഫാക്റ്റായിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ടായിരുന്നു, വെസ്റ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്നും ദെൻ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്നും പറഞ്ഞു. ഓക്കെ, വെസ്റ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റീവ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദോസ് വിച്ച് ആർ റിലേഷൻ ടു റൈറ്റ് വിച്ച് മീൻ ദർ relate to the creation, extension and transfer of the rights. Investitive facts creates them and divestitive facts destroy them എന്നാണ് പറയുന്നത്. So the main features of investitive facts are that they create either a right or extinguish it or transfer it from one person to another. ഓക്കെ, ആ വെസ്റ്റിറ്റീവ് ഫാക്ടിനെ പറ്റി പറയുന്നത്, വെസ്റ്റിറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇതിൽ ഫാക്ടിലേക്ക് പഠിക്കുമ്പോൾ. അതായത് വെസ്റ്റിറ്റീവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ദാറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നു ലീഗൽ റൈറ്റ്സ്. ലീഗൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഫാക്റ്റുകളെയാണ് വെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ. ഈ വെസ്റ്റിറ്റീവ് ഫാക്ടിനെ തന്നെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനെ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും അതുപോലെ തന്നെ ഡൈവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും പറയും. അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത് അത് റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് ആർ create the rights. This right is created first time on the objects and which are ownerless, and when I catch fish it is my original title, and if it purchased from elsewhere then it is called derivative title. Derivative title is second right which is created after gone away of original right. അതായത് ഇൻവെസ്റ്റിറ്റീവ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഫാക്ട്സ് ക്രിയേറ്റ് റൈറ്റ്സ്. അപ്പോൾ ഈ ഫാക്ട് എന്ത് ചെയ്യാണ്, റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിഷ് ഒരു റിവറിൽ നിന്ന് ആദ്യമായിട്ട് പിടിച്ചു എന്ന് പറയുന്ന ആ സിറ്റുവേഷനിൽ, അപ്പോൾ ക്യാച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ആ ഒരു ഓണർഷിപ്പ് കിട്ടുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ റൈറ്റ് ആണ്, ബിക്കോസ് ഞാനാണ് എനിക്കാണ് ആ റൈറ്റ് ആദ്യമായിട്ട്
ക്രിയേറ്റ് ചെയ്ത് യുവർ സെൽഫ് ഞാൻ തന്നെ അല്ലെങ്കിൽ മൈസെൽഫ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു റൈറ്റ് ആണത്. അതായത് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തു ഫിഷ് വേറെ ഒരാളുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ, വേറെ ആരോ പിടിച്ച മീൻ ഞാൻ പോയി പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ടൈറ്റിലാണ്. കാരണം ബിക്കോസ് എനിക്ക് മറ്റൊരാൾ വഴിയായിട്ടാണ് സമ്മൺ എൽസ്, അയാൾക്കാണ് ആദ്യമായിട്ട് ഈ ടൈറ്റിൽ കിട്ടിയത്, അയാളുടെ അടുത്ത് നിന്നാണ് എനിക്കിത് കിട്ടിയത്. സോ അത് ഡെറിവേറ്റീവ് ടൈറ്റിലാണ്. ഈ ടൈറ്റിൽസ് എന്ന് പറയുന്നത് ആർ ഓൾസോ കോൾഡ് ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് അല്ലെങ്കിൽ ഫാക്ട്സ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് എ റൈറ്റ് കംസ് ടു ബി വെസ്റ്റഡ് ഓൺ ഇറ്റ്സ് ഓണർ. അതിൽ ഓണറിൽ എങ്ങനെയാണോ അയാളുടെ കയ്യിൽ അത് വന്നെത്തിയ റൈറ്റ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് അല്ലെങ്കിൽ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഒറിജിനൽ ടൈറ്റിലും ഡെറിവേറ്റീവ് ടൈറ്റിലും. ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത് എ റൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡി നോവോ പുതിയതായിട്ടാണ്. ഇപ്പോൾ മീൻ പിടിച്ചു കുളത്തിൽ എന്ന് പറയുമ്പോഴേക്കും ആദ്യമായിട്ട് നമുക്കാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ഹാവ് നോ, ആ മീൻ എൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇറ്റ് മേ ഹാവ് നോ പ്രീവിയസ് എക്സിസ്റ്റൻസ് ഇല്ല. ആ റൈറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ടൈറ്റിലാണ്. ഡെറിവേറ്റീവ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തത് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് റൈറ്റ്. വേറൊരാൾ പിടിച്ച മീനാണ് എനിക്ക് തരികയാണ്, ഞാൻ അയാളുടെ അടുത്ത് പർച്ചേസ് ചെയ്ത വഴിയായിട്ട് കിട്ടുന്നതാണ്. സോ അത് ഡെറിവേറ്റീവ് ടൈറ്റിലാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ടൈറ്റിൽ നമ്മൾ നോക്കി. ഇനി ഡൈവെസ്റ്റിറ്റീവ് ടൈറ്റിൽ എന്ന് പറയുന്നത് അതിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ആ ഫാക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഫാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ റൈറ്റ്, അതുവഴിയായിട്ടാണ് ഓണർഷിപ്പ് ഒരു പേഴ്സണിന് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സ് പല തരത്തിലുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ നമ്മൾ പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. രണ്ട് തരത്തിലാണ്, ഒന്ന് ഒറിജിനൽ ആയിട്ടുള്ളതും ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഡൈവെസ്റ്റിറ്റീവ് ഫാക്ടിലേക്ക് വരുമ്പോഴോ, ഡൈവെസ്റ്റിറ്റീവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ഫാക്ട് എന്ന് പറയുന്നത് അതാണ് എൻഡ് ചെയ്യുന്നത്, ഒരു ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് എൻഡ് ചെയ്യുന്ന ഫാക്റ്റുകളെയാണ് നമ്മൾ ഡൈവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ഇതും അഗെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവെസ്റ്റിറ്റീവ് ഫാക്റ്റും പിന്നെ ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഫാക്ട്സ് എന്നും പറയും. അപ്പോൾ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, the facts of which the legal result is to destroy the rights are called extintive ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഫാക്ട് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റെൻറ്റീവ് ഡൈവേഴ്സിറ്റി ഫാക്ട് എന്ന് പറഞ്ഞാൽ ലീഗൽ റൈറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഴ്സൺ മരിച്ചു പോയി എന്ന് വിചാരിക്കുക, വിത്തൗട്ട് ലീഗൽ ഹയേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇല്ലാതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഗൽ ഹയേഴ്സ് ഇല്ലാതെ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അയാളുടെ പ്രോപ്പർട്ടി ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. എന്ത് ചെയ്യുക, ലീഗൽ റൈറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു അല്ലെങ്കിൽ എൻഡ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ നമ്മൾ കത്തിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ ആ ഒരു ലീഗൽ റൈറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു, എൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഫാക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീഗൽ റൈറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഫാക്ട് എന്ന് പറയുന്നത്. ഇനി ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഫാക്ട്സ് ഓഫ് വിച്ച് ദ റിസൾട്ട് ഈസ് ടു ട്രാൻസ്ഫർ റൈറ്റ് ഫ്രം ദ ഓണർ ആർ കോൾഡ് ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഫാക്ട്സ്. അതായത് ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മൾ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നമ്മൾ ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ലാൻഡ് സെല്ല് ചെയ്തു, അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാങ്ങിയ ആൾക്ക് എന്ത് കിട്ടും, ഓണർഷിപ്പ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ചെയ്തു ഒരാൾക്ക്, അപ്പോൾ ഗിഫ്റ്റ് ചെയ്ത വ്യക്തിക്ക് എന്ത് കിട്ടും, പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഓണർഷിപ്പ് കിട്ടും. അപ്പോൾ ലീഗൽ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണ് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക്. അങ്ങനെയാണെങ്കിലും എൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെ തന്നെയല്ലേ, മാറ്റിപ്പോയി ട്രാൻസ്ഫർ ചെയ്ത് വേറെ ഒരാളിലേക്ക് പോയി. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് എ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് വരുമ്പോൾ ചില ഫാക്റ്റുകൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിറ്റീവ് ഫാക്ട്സും ഉണ്ട്, ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളിലുണ്ടാവും. ഇനി ഡയഗ്രാം ഒന്ന് നോക്കണം. ഈ ഡയഗ്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഫുൾ സ്ട്രക്ചറാണ്. ടൈറ്റിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റും തമ്മിലുള്ള ഒരു ഫുൾ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാക്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു വെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡിസ്ട്രോയ് റൈറ്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്റ്സിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫാക്റ്റുകളെയാണ് നമ്മൾ വെസ്റ്റിറ്റീവ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഈ വെസ്റ്റിറ്റീവ് ഫാക്ട്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്നും അതുപോലെ തന്നെ ഡൈവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്നും. അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഫാക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറിയാണ് നമ്മൾ പറയുന്നത്. ഇതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഒറിജിനൽ ടൈറ്റിൽ എന്നും ഡെറിവേറ്റീവ് ടൈറ്റിൽ എന്നും. ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുന്ന റൈറ്റിനെയാണ് പറയുന്നത്, അതായത് ഇതിനു മുമ്പ് നോ വൺ ഓൺ ഇറ്റ് ബിഫോർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു മീൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ഫസ്റ്റ് ഓണർ ആയെന്ന് പറയാം, അപ്പോൾ ഒറിജിനൽ ടൈറ്റിൽ. ഡെറിവേറ്റീവ് ടൈറ്റിൽ എന്ന് പറഞ്ഞാലോ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക്, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു കാറ് വാങ്ങി വേറൊരാളുടെ അടുത്ത് നിന്ന് പറയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ന്യൂ ഓണർ ആയതാണ്. ഓൾറെഡി ഒരു ഓണർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ന്യൂ ഓണർ ഞാനായി മാറിയതാണ്.
ഇനി ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് അല്ലെങ്കിൽ ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുമ്പോൾ, ദീസ് ആർ ദി ഫാക്ട്സ് ദാറ്റ് എൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ടൈറ്റിൽ റൈറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്ട് എന്നും ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്ട് എന്നും. അപ്പോൾ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ റൈറ്റ് എൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്തു, എൻ്റെ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്തു ഫ്ലഡിൽ എന്ന് വിചാരിക്കുക, അപ്പോൾ റൈറ്റ് അവിടെ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാലോ, റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു അനദർ പേഴ്സണ്. ഞാൻ ഗിഫ്റ്റ് ചെയ്തു എൻ്റെ പ്രോപ്പർട്ടി മറ്റൊരു പേഴ്സണ് എന്ന് പറയുമ്പോൾ അത് ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്ട് ആണ്. അപ്പം ഇത്ര ഓർത്താൽ മതി. ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒറിജിനൽ ആയിട്ടുള്ള ടൈറ്റിൽ ആയിരിക്കും. ഇനി അത് ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, അത് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കും. പിന്നെ ഡൈവേസ്റ്റേറ്റീവ് ഫാക്ടിൽ തന്നെ എക്സ്റ്റെൻറ്റീവ് ഡൈവേസ്റ്റേറ്റീവ് ഫാക്റ്റും ഉണ്ട്, ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്റ്റും ഉണ്ട്. മറ്റേത് ഒറിജിനൽ ടൈറ്റിലും ഡെറിവേറ്റീവ് ടൈറ്റിലും. യെസ്, ഇൻവെസ്റ്റിറ്റീവിൽ രണ്ടെണ്ണം വരുന്ന ഒറിജിനൽ ഡെറിവേറ്റീവ്, ഇത് എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റീവ് ഫാക്റ്റും ഏലിനേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്റ്റും. അടുത്തത് ഇത് നമ്മൾ നോക്കുന്നത് ബെന്താമിൻ്റെ വ്യൂ പോയിന്റ് ആണ്. അതായത് ബെന്താം ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ബെന്താം ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളെ മൂന്ന് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും. അതിൽ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഈ ഫാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത്, റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകളെയാണ് നമ്മൾ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ഇതിനെ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കൊളേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും അതുപോലെ തന്നെ ഇമ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും. ഇതിൽ കൊളേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗീവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് കൺഫർ ചെയ്യുന്ന ഫാക്റ്റുകളെ പറയുന്നത്. അതായത് ഞാനൊരു ലാൻഡ് വാങ്ങി എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടി എന്ന് പറയുന്നത്, കൺഫർ ചെയ്ത് കിട്ടുന്നതാണ്. ഇമ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോസ് ചെയ്യാണ്, ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ലോ പറയുകയാണ് ഇയാൾ പ്രോപ്പർട്ടി ടാക്സ് മസ്റ്റായിട്ട് പേ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുകയാണ്. അത് ഇമ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇനി അതുപോലെ തന്നെ ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണ് റൈറ്റ്സ് ഓർ ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിനെ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്നും അതുപോലെ തന്നെ എക്സോണറേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്നും. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുകയാണ് റൈറ്റ്സ് കംപ്ലീറ്റ്ലി. അതായത് നമ്മൾ അബാൻഡൻ ചെയ്തു ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് എൻഡ് ചെയ്തല്ലോ, ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ എക്സോണറേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുവാണ് പേഴ്സണെ ഡ്യൂട്ടിയിൽ നിന്നും. അതായത് ഇപ്പോൾ ഞാൻ ലോൺ അടച്ചു തീർത്തു എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി അവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്. അപ്പോൾ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് നോക്കി, ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടും വന്നു. ഇനി ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്. ട്രാൻസ്ലേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫാക്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുവാണ് റൈറ്റ്സും ഡ്യൂട്ടീസും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക്. അതായത് ഞാൻ കാർ സെല് ചെയ്തു എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് മൂവ് ചെയ്യുകയാണ് എന്നിൽ നിന്നും ബയ്യറിലേക്ക്. അപ്പം ഇത്ര ഓർത്താൽ മതി. ഈ മൂന്ന് സിറ്റുവേഷനിൽ ബെന്താം പറയുന്നത്, ബെന്താമിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത്, ഇൻവെസ്റ്റീവ് ഫാക്ട് എന്നും ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടും ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും. ബെന്താമിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഡയഗ്രം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ ഒരു സ്ട്രക്ചറായിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു ബെന്താമിൻ്റെ ഡിസ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റിനെ പറ്റി. അതായത് ബെന്താം പറയുന്നത് ഡിസ്പോസിറ്റീവ് ഫാക്ട് എന്തായിരുന്നു എന്നാണ്, ലീഗൽ റൈറ്റ്സിനെയും ഡ്യൂട്ടീസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്റ്റുകളെയാണ് ഡിസ്പോസിറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത്. ആ ഡിസ്പോസിറ്റീവ് ഫാക്റ്റുകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും. അതിൽ ഇൻവെസ്റ്റിറ്റീവ് ആയിട്ടുള്ള ഫാക്ട് റൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊളാറ്റീവ് ആയിട്ടുള്ള ഫാക്ട് എന്നും ഇമ്പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്റ്റും. കൊളാറ്റീവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ്സ് തരുന്നതാണ്. അതായത് നമ്മൾ ലാൻഡ് വാങ്ങി എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് കിട്ടിയല്ലോ, ഓണർഷിപ്പ് റൈറ്റ് കിട്ടിയല്ലോ. ഇമ്പോസിറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാലോ ഇമ്പോസ് ചെയ്യുവാണ്, നമ്മൾ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. മറ്റേ റൈറ്റ് തരുന്നത്, ഇത് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ടാക്സ് പേ ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നു ലോ വഴി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് രണ്ടാമത്തെ. അപ്പോൾ ഡൈവേസ്റ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ട് തന്നെ എൻഡ് ചെയ്യുവാണ് റൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിസ്ട്രക്റ്റീവ് ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുവാണ് റൈറ്റ്. അതായത് നമ്മൾ ലാൻഡ് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് അവിടെ എൻഡ് ചെയ്തു. ഇനി എക്സോണറേറ്റീവ് ആയിട്ടുള്ള ഡൈവേസ്റ്റേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാലോ അത് റിമൂവ് ചെയ്യുവാണ് ഡ്യൂട്ടീസ്. അതായത് ഇപ്പോൾ ഞാൻ പേ ഓഫ് ചെയ്തു ലോൺ എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി ടു പേ അടയ്ക്കാനുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ എൻഡ് ചെയ്തു. ഇനി ട്രാൻസ്ലേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്. ട്രാൻസ്ലേറ്റീവ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുവാണ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റൈറ്റ്സ്, ഡ്യൂട്ടീസോ റൈറ്റ്സോ കേട്ടോ. അതായത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ലാൻഡ് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് മൂവ് ചെയ്തു സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക്. അപ്പം ഇങ്ങനെയാണ് ഡിസ്പോസിറ്റീവ് ഫാക്റ്റിനെ
അതായത് റൈറ്റ്സ് അതല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ ഡ്യൂട്ടീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്റ്റുകളെയാണ് ഡിസ്പോസിറ്റീവ് ഫാക്ട് എന്ന് പറയുന്നത്. ആ ഡിസ്പോസിറ്റീവ് ഫാക്ട്, ദീസ് ആർ ദ ഫാക്ട്സ് വിച്ച് അഫക്ട് ദ ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതാണ് ഡിസ്പോസിറ്റീവ് ഫാക്ട്. ആ ഡിസ്പോസിറ്റീവ് ഫാക്ടിനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ബെന്താമിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നോക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ബെന്താം, സാൽമണ്ടും ഓസ്റ്റിനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സോ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കിയത് ടൈറ്റിലിനെ പറ്റി. അടുത്ത ക്ലാസ്സിൽ നോക്കേണ്ടത് നമുക്ക് പൊസഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടി, പേഴ്സൺ എന്ന് പറയുന്ന 3 ടോപ്പിക്കുകളും കൂടി, ലീഗൽ കോൺസെപ്റ്റുകളും കൂടി ജൂറിസ്പ്രുഡൻസിൽ നോക്കാനുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.